നമസ്കാരം, എൻ്റെ പേര് മിൻറ്റു. ഞാൻ അപ്രൈറ്റ് മൈഗ്രേഷൻ സ്റ്റഡിയിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിസ എന്ന് പറയുന്നത് സബ് ക്ലാസ് 462. ഇപ്പോൾ എല്ലാ ഓൺലൈനിലും എല്ലാ സ്ഥലങ്ങളിലും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിസയാണല്ലോ വർക്കിംഗ് ഹോളിഡേ വിസ എന്ന് പറയുന്നത്. സോ വർക്കിംഗ് ഹോളിഡേ വിസ സബ് ക്ലാസ് 462 പറ്റിയാണ് ഈ വീഡിയോ പറയുന്നത്. ഇതുവരെ ഇന്ത്യ ഈ എലിജിബിൾ പാസ്പോർട്ടിനകത്ത് ഇന്ത്യ ഇല്ലായിരുന്നു. ചില ലാറ്റിൻ അമേരിക്കൻ കൺട്രീസും യൂറോപ്യൻ കൺട്രീസും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലുള്ള ഇന്തോനേഷ്യ, മലേഷ്യ, തായ്ലൻഡ്, ചൈന ഇങ്ങനെയുള്ള കൺട്രീസൊക്കെ ആയിരുന്നു ഇതിനകത്ത് എലിജിബിൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയും കൂടെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിസയ്ക്കകത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിസ എന്ന് പറയുന്നത് ഒരു ക്യാപ്ഡ് ആയിരിക്കും. അതായത് സർട്ടൻ എമൗണ്ട് ഓഫ് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ആ ഫൈനാൻഷ്യൽ ഇയറിൽ അലോ ചെയ്യത്തുള്ളൂ ഗവൺമെൻറ്. അപ്പം ഇന്ത്യയുടെ നമ്പർ കൊടുത്തിരിക്കുന്ന 1000 പേരെയാണ്, 1000 ആൾക്കാരെയാണ് ഇന്ത്യ ഈ സമയത്ത് ഇന്ത്യയുടെ ഒരു എലിജിബിലിറ്റി എന്ന് പറയുന്ന 1000 ആൾക്കാരെയാണ്. അപ്പം അത് ചില കൺട്രി ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഇന്ത്യയുടെ ഇതൊരു ഓപ്പൺ ആക്കിയിട്ടില്ല. അതൊരു ബാലറ്റ് സിസ്റ്റം വഴി, ഒരു ലോട്ടറി സിസ്റ്റം വഴിയാണ് ഈ 1000 പേരെ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ $25 കൊടുത്ത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻവിറ്റേഷൻ വരുവാണെങ്കിൽ നമുക്ക് ആ ഹോളിഡേ വിസയിലൂടെ, വർക്ക് ആൻഡ് ഹോളിഡേ വിസയിലൂടെ, വർക്കിംഗ് ഹോളിഡേ വിസയിലൂടെ ഇവിടെ വരാം. ഇത് ബേസിക്കലി സിംഗിൾ ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വലിയ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഒന്നുമില്ല. യങ് ആയിട്ടുള്ളവർ, അതിനകത്ത് ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രനെ പറ്റത്തില്ല, ഫാമിലി ഒന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സിംഗിൾ ആപ്ലിക്കേഷൻസ് കേട്ടോ. വലിയ ഒരു $650 ആയിരിക്കും അതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ്. പിന്നെ ഒരു 1 ഇയർ താമസിക്കാം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ വിസയിലോട്ട് മാറാനോ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. അപ്പം ലെസ് ദാൻ 30 ഏജ് ആയിരിക്കണം, ഗ്രാജുവേറ്റ് ആയിരിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫങ്ഷണൽ ഇംഗ്ലീഷ് മതി, അതായത് IELTS ഒരു 5.5 മതി, പിന്നെ സിംഗിൾ ആപ്ലിക്കൻ്റ് ആയിരിക്കണം. ഇതാണ് ബേസിക് ക്രൈറ്റീരിയ. അപ്പം ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് 1000 ആപ്ലിക്കൻസിന് ഇത് എലിജിബിൾ ആണ്. അപ്പോൾ അത് ലോട്ടറി സിസ്റ്റം വഴിയാണ് ഇത് വർക്കൗട്ട് ആവുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഏജൻസിയായിട്ട് സമീപിക്കാവുന്നതാണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നന്ദി, നമസ്കാരം.